ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മളിന്ന് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കിത് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടും. ഇനി നമുക്ക് ബേക്കറികളിൽ നിന്നൊന്നും വാങ്ങണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പം തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുക്കാൻ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ. നമ്മളിത് സാധാരണ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് കൊണ്ടാട്ടോ അളന്നെടുക്കുന്നത്. നമ്മൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയാണ് 2 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് നമ്മുടെ അയമോദകമാണേ. അത് നമുക്ക് കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞെരടി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വൈദ്യശാലകളിലൊക്കെ കിട്ടും കേട്ടോ. വെള്ളം തിളപ്പിക്കാനൊക്കെ നല്ലതാണ്, ഗ്യാസൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആകെ 2 ഗ്ലാസ് ആ മൈദപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ, അതിനാവശ്യമായിട്ടുള്ള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിന് പാകത്തിൽ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. നെയ്യാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ അളവെടുത്ത ഈ മൈദപ്പൊടി അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ നമുക്കൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം മതിയാവും ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധം നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി ഇത് എല്ലാ മാവും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോവണ്ട. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചത് ഈ ഒരു രീതിയിൽ നമുക്ക് കുഴഞ്ഞ് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ മതി നമുക്ക്. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് ഹാർഡും അല്ലാത്ത രീതിയിൽ നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേപോലെ പീസാക്കി എടുക്കണേ. നമുക്കിത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് അപ്പം തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിവിടെ 4 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാനുള്ളതാണ്. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കുമ്പോഴും അതേ വലുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ വളരെ കട്ടി കുറച്ച് എത്രത്തോളം കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ചിട്ട് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് നല്ല നൈസാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയാൽ മതി കേട്ടോ. അത് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് മൈദപ്പൊടി ഇട്ടിട്ട് കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കട്ടി കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കണം. അപ്പം നമുക്ക് ബാക്കിയുള്ള 4 എണ്ണവും നമുക്കിതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 4 നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരേ വലുപ്പത്തിൽ ഏകദേശം ഒരേ വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മളിത് കട്ട് ചെയ്ത് കളയും, അപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവറും അതുപോലെ 2 ടീസ്പൂണോളം മൈദപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഡാൽഡയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് രാവിലെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് കട്ടിയായി പോകുമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും തണുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, കുറച്ച് കട്ടിയായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ലൂസാവണം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ലൂസാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ പരത്തി വെച്ച ഒരു മാവില്ലേ, ചപ്പാത്തി പോലെ പരത്തി വെച്ചത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച നെയ്യും അതുപോലെ മൈദയൊക്കെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 4 എണ്ണം വെക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഈ 2 മാവ് ഇതുപോലെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് സ്നാക്കിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല
സ്നാക്സുകളായിട്ട് നമുക്ക് ഇനിയും വരാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ. നമ്മൾ 4 ചപ്പാത്തിയിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അത് ഒന്ന് കട്ടിയായി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന്, നല്ല സോഫ്റ്റ് ആയിരിക്കും മാവ്, അതുകൊണ്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലെ കുറച്ചും കൂടി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് കട്ടി വേണം ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ബലം പ്രയോഗിച്ച് തന്നെ അത് പരത്തണം കേട്ടോ. നല്ല കട്ടി ഉണ്ടാവും, കാരണം നമ്മളിങ്ങനെ മടക്കി വെച്ചതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പരത്ത കണ്ട ഈ ഒരു വലുപ്പത്തിൽ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സമചതുരത്തിലാണ് നമുക്കിത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ചതുരത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡിലുള്ള ഈ പോർഷനൊക്കെ നമുക്കൊന്ന് വെട്ടി മാറ്റാം. നമ്മുടെ കയ്യിൽ കത്തിയോ സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ വേണമെന്ന്, കട്ടർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിനുശേഷം നമുക്കിതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. നമുക്കിതിന് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മൈദ അത്ര ഹെൽത്തി അല്ല എങ്കിലും നമ്മൾ കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ഫുള്ള് മൈദ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അത് ഫ്രൈ ചെയ്തെടുക്കുന്ന എണ്ണയാണെങ്കിലും അത് ഉപയോഗിച്ച് ആ ഒരു രീതിയിലുള്ളതാണ്. നമുക്ക് വീടുകളിലാവുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കാം. കാരണം കുറേ ദിവസം ഇരിക്കുന്നതോറും വെളിച്ചെണ്ണേൻ്റെ ഒരു കാറിയ ചൊവ വരും കേട്ടോ. അപ്പം അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ചൂടായിട്ടുണ്ടാവണം വെളിച്ചെണ്ണ. അതിന് ശേഷം നമ്മളൊന്ന് ഇട്ട് തിരിച്ചു മറിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ നമ്മൾ ഉള്ളിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ തീ കൂട്ടി വെച്ച് 2 വശവും മൊരിഞ്ഞു പോവുകയുള്ളൂ, ഉള്ളിൽ ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ ഏകദേശം കളർ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് കോരിയെടുക്കാം. നമ്മൾ കുറച്ച് സമയം നമ്മൾ അടുപ്പത്തിട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടില്ല, കാരണം ഉള്ളിൽ നമുക്ക് ക്രിസ്പിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതും ഒന്ന് ഫ്രൈ ആയി മുകളിലേക്കൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ 2 ഗ്ലാസ് മൈദ കൊണ്ട് ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ അയമോദകത്തിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.